നമസ്കാരം. നിഫ്റ്റിയിൽ നിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,382 വരാൻ പോണ ഡയലായാലും നിഫ്റ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് നോക്കുക. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലാണ് സൂചിപ്പിച്ചിരുന്നു, നിഫ്റ്റി 23,720 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. എക്സാക്റ്റ് ആയിട്ട് വരച്ച് കാണിച്ചു തന്നിരുന്നു. ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. 720 താഴെ ഒരു ഓപ്പണിംഗ് അല്ലെങ്കിൽ 720 താഴെ നിലനിൽക്കുമ്പോൾ ഷോർട്ട് സെല്ലിന് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ബൈക്ക് ഇമ്പോർട്ടൻ്റ് നൽകേണ്ടത് ഇൻ കേസ് ഗ്യാപ്പ് പോകുന്നതിൻ്റെ മുകളിൽ നിലനിർത്തിയാൽ മാത്രമാണ് ബൈക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. അതിനുശേഷമായിരുന്നാലും ഓപ്പണിംഗ് ക്യാൻഡിൽ ബേസ് തന്നെ നല്ലൊരു ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. അതിനുശേഷമായാലും ഈ ഒരു സപ്പോർട്ട് ലെവലും ബ്രേക്ക് ചെയ്തു. അതിനുശേഷമായാലും ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നിഫ്റ്റിയിലായാലും ആ ഒരു പവർ കിട്ടിയിരുന്നില്ല. കാരണം നിഫ്റ്റിയിലായാലും ഈ സപ്പോർട്ട് ലെവലിൻ്റെ താഴത്തേക്ക് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ക്യാൻഡിൽ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്തു. അതിനുശേഷമായാലും ഈ ഒരു സപ്പോർട്ടിൻ്റെ താഴത്തേക്കും ഈ ഒരു ക്യാൻഡിൽ വർക്ക് ചെയ്തു. അതിനുശേഷമായാലും മാർക്കറ്റിൽ സംഭവിച്ചു നോക്കുക, ഓരോ സപ്പോർട്ട് താഴത്തേക്ക് നിലനിർത്തി പോകുന്ന സിറ്റുവേഷനാണ് നമുക്ക് മാർക്കറ്റിൽ കണ്ടിരുന്നത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഫോളോ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് വീഡിയോസിൽ പറയുന്നതാണ്, നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ, അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. മാത്രമല്ല അടുത്ത റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലേക്കും കൂടി നിഫ്റ്റി ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി. അല്ലാത്തൊരു സിറ്റുവേഷനിൽ ബൈർ ഓപ്പർച്യൂണിറ്റി ഹൈലി റിസ്ക് ആണ്. കറണ്ട് സിറ്റുവേഷൻ ആയാലും അങ്ങനെ തന്നെയാണ്. മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ കുറച്ചൊരു ബാഡാണ്. നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്കത് കിട്ടും. ഡെയിലി ടൈം ഫ്രെയിലാണെങ്കിൽ നിഫ്റ്റിയിൽ സംഭവിച്ച് നമുക്ക് നോക്കാം. നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കുക. ഡെയിലി ടൈം ഫ്രെയിലായാലും കുറച്ചൊരു വീക്ക്നെസ് ആയി തുടങ്ങാറായിട്ടുണ്ട്. കുറച്ചധികം വീക്ക്നെസ് ആവാറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സൂചിപ്പിക്കുന്നതാണ്, ഈ ഒരു സപ്പോർട്ട് ലെവലിൻ്റെ താഴത്തേക്ക് നിഫ്റ്റി ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി കൂടുതൽ വീക്ക്നെസ് ആണ്. ഒരുപാട് തവണ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നതിന് ശേഷം തിരിച്ച് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഏരിയ ആണ്. അപ്പോൾ അടുത്തൊരു അറ്റംപ്റ്റിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ വരാൻ പോണ ഡേയിലെല്ലാം ഷോർട്ട് സെല്ലിന് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണം. ഈ ഒരു ഏരിയയിലെല്ലാം റെസിസ്റ്റൻസിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ ഒരു കാരണവശാലും ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കരുത്. എക്സ്പയറി ആയതുകൊണ്ട് തന്നെ എങ്ങനെ നിലനിൽക്കുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. എക്സ്പയറി ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത റെസിസ്റ്റൻസിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത ക്യാൻഡിലേക്ക് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈക്ക് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടി വരും. നിഫ്റ്റി ആയാലും ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ആയാലും മിനിമം ടാർഗറ്റ് 23,000 താഴത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 22,800, 23,000 ഈ ഒരു ലെവലിൻ്റെ അടുത്തേക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ കാണുന്നത്. വരാൻ പോകുന്ന ഡേയിലായാലും ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുക. കാരണം ഇതൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലാണ്. ഈ ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യുമോ അതോ ഫാൾസ് ബ്രേക്ക് ഔട്ട് നൽകുമോ എന്നൊക്കെ നമുക്ക് വരാൻ പോകുന്ന ഡേയിലാണ് കൃത്യമായിട്ട് നമുക്കത് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ വരാൻ പോകുന്ന ഡേയിലെ മാർക്കറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിഫ്റ്റിയുടെ കറണ്ട് സിറ്റുവേഷൻ ഷോർട്ട് സെല്ലിന് മാത്രമാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നൽകണമെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സൂചിപ്പിച്ചിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ബൈക്ക് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ അത് എക്സാക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തരാനായിട്ട് സാധിക്കും. 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ ആ ഒരു ലെവലിൽ നിന്ന് ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എക്സാക്റ്റ് ആയിട്ട് ആ ഒരു ലെവൽസ് കിട്ടും. ഇവിടെയാണ് നമ്മൾ ഇന്നത്തെ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. ആ റെസിസ്റ്റൻസ് ആണ് മെയിൻ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിഫ്റ്റിയുടെ മെയിൻ റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യും. അപ്പോൾ അതേപോലെ തന്നെ നിഫ്റ്റി ആയാലും ഇവിടുന്ന് ഫാൾ ആക്റ്റീവ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഏരിയയുടെ മുകളിലേക്കും കൂടി, ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിലേക്കും കൂടി സസ്റ്റെയിൻ ചെയ്യാതെ ബൈക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കരുത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്നെല്ലാം സെൽ ഓൺ പ്രൈസ് സ്ട്രാറ്റജിയാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ പ്രോപ്പർ റെസിസ്റ്റൻസ് സപ്പോർട്ട് കിട്ടിയാലാണ് നമുക്ക് കൃത്യമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്നത്. ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് പ്രോപ്പർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് നമുക്ക് നോക്കുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നാലും മാനേജ് ചെയ്യേണ്ട രീതി ശ്രദ്ധിക്കുക. ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നാലും റിജക്റ്റ് ആയിട്ട് മുകളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. തൊട്ടടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് കടക്കണം. ഏതെങ്കിലും ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത ഒരു ക്യാൻഡിലിൻ്റെ മുകളിലേക്കും കൂടി കടന്നാലാണ് മാർക്കറ്റിന് ഒരു മൊമെൻറ്റം കിട്ടുന്നത്. 23,360 അല്ലാത്ത സിറ്റുവേഷൻ എല്ലാം ഷോർട്ട് സെല്ലിന് മാത്രം ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. 23,360 സപ്പോർട്ട്, അതേപോലെ തന്നെ 23,282 സപ്പോർട്ട്. ഇത് രണ്ടുമാണ് ലോവർ ലെവൽ സപ്പോർട്ട് വരുന്നത്. ബൈർ ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഏതെങ്കിലും സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് തിരിച്ചു കയറിയ മാത്രമാണ് നല്ല ബൈർ ഓപ്പർച്യൂണിറ്റി. ലോവർ ലെവലിലേക്കായാലും 23,105 പിന്നെ ലോവർ ലെവൽ സപ്പോർട്ട്. അതിന് ശേഷം 23,000 താഴെയാണ് സപ്പോർട്ട് കാണുന്നത്. 22,998 സപ്പോർട്ട് ലെവൽ വരുന്നത്. ഇൻ കേസ് മുകളിലേക്കാണെങ്കിൽ നമുക്ക് നോക്കാം. ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താലും ഇന്നത്തെ സിറ്റുവേഷൻ പോലെ തന്നെ ഈ ഒരു ലെവൽ ഓപ്പൺ ചെയ്താൽ
വീക്ക്നെസ് തന്നെയാണ് കാണുന്നത്. ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ സാധ്യത കിട്ടണമെങ്കിൽ 23,530 എടുത്താൽ മതി. സോറി, 23,530 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക, 500 താഴെ സസ്റ്റെയിൻ ചെയ്താൽ വീക്ക്നെസ് ആവും, റിജക്റ്റ് ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവലായാലും ഇന്നത്തെ പോലെ തന്നെ 23,620 വരെ റെസിസ്റ്റൻസ് ആണ്. 23,620, 23,600 എന്ന് പറയുന്ന റേഞ്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഇതിൻ്റെ ഒരു മുകളിൽ വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ കിട്ടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ്. മാർക്കറ്റ് വീക്ക്നെസ് എന്ന് പറഞ്ഞാലും റെസിസ്റ്റൻസിൻ്റെ മുകളിൽ എപ്പോഴും ബൈക്കൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കാവുന്നതാണ്. തിരിച്ച് റിജക്റ്റ് ആയി മാത്രം ഷോർട്ട്സ് തന്നെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാവുന്നതാണ്. ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തു അതിനുശേഷം ഓരോ സപ്പോർട്ട് ലെവലിലെയും താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ വീക്ക്നെസ് ആണ്. നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഒരു ലക്ഷണമായിരിക്കും അത് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ആയാലും ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഈ ഒരു ലെവൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ലെവൽ പ്രത്യേകിച്ച് മൊമെൻറ്റം കിട്ടാനുള്ള ചാൻസ് കുറവാണ്. ഒന്നെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് നിന്ന് തിരിച്ച് റിവേഴ്സൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തിയതിന് ശേഷം മാത്രം ബൈർ ഓപ്പർച്യൂണിറ്റി, അതായത് ഈ ഒരു ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ കുറച്ച് സമയം സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തണം. പക്ഷേ സപ്പോർട്ട് തിരിച്ച് ബ്രേക്ക് ചെയ്യാൻ പാടില്ല. ഇത്തരം കണ്ടീഷനിൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റിൽ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.